ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രഭാതമാണ്. സൂര്യൻ ഉദിച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. നല്ല കാലാവസ്ഥയാണിപ്പം. ചെറിയൊരു തണുപ്പുമുണ്ട്. പിന്നെ വൃശ്ചിക മാസമല്ലേ, എല്ലാവരും മലയ്ക്ക് പോകുന്ന മാസങ്ങളല്ലേ, മാലയിടുന്ന മാസങ്ങളുമല്ലേ, അതുകൊണ്ട് നല്ല തണുപ്പും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രഭാത പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലെത്തി. അടിപൊളി ചപ്പാത്തി വാങ്ങിയായിരുന്നു. കൂട് ചപ്പാത്തി നല്ലതാണ്, എല്ലാവർക്കും എളുപ്പം ചുട്ടെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിയാണ്. 2 കൂടി ചപ്പാത്തി വാങ്ങി. ചപ്പാത്തിയാണ്, നല്ല ചായയാണ്. മധുരം ഇല്ലെങ്കിലും കുടിക്കാൻ പറ്റും. ഇതിലൊരു ഗ്ലാസ് കുടിച്ചാൽ നല്ല ഉന്മേഷമാണ്, നല്ലൊരു ഉഷാറാണ്. എനിക്ക് അടിപൊളി കട്ടൻ ചായയാണ്. നമ്മുടെ എനർജി ചെടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ എനർജി ചെടി, ഇതാണ് എൻ്റെ എനർജി. എല്ലാവരും സുഖമാണ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതിനിടയ്ക്ക് കടല ഇവിടെ വേകുന്നുണ്ട്. ചപ്പാത്തിയുടെ ചുടണത്ര നല്ല ചപ്പാത്തിയാണ്. എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. നല്ല പൊങ്ങി വരും ചപ്പാത്തിയെ, നല്ല ചപ്പാത്തിയാണ് കേട്ടോ. എല്ലാവരും വാങ്ങി ഉപയോഗിക്കണേ. അങ്ങനെ നമ്മുടെ അപ്പൂൻ്റെ പാലുകൂടി മാറ്റാൻ വേണ്ടി അപ്പൂൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് പെരുമ്പട്ടയ്ക്ക് പോയിട്ടാണുള്ളത്. അതിൽ കൂടെ ഫാസിലായും പോയി. അപ്പൂൻ്റെ പാലുകൂടി മാറ്റാൻ വേണ്ടി രാത്രിയിൽ ഒന്ന് കരഞ്ഞതേ ഉള്ളൂ, പിന്നെ കുഴപ്പമൊന്നുമില്ല. രാവിലെ എണ്ണീച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഹായ് കാണിച്ചോനെ. സുഖമാണോ? പാട്ട് പാടിയേ. ഒരു കൂതരം ഇതാണ് അപ്പൂവിൻ്റെ കളി. ഏതായാലും ഇന്നത്തെ ദിവസം അപ്പു പാല് കുടിച്ചിട്ടില്ല, ഇന്നലെ രാത്രിക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പല്ലേ ഭക്ഷണം കഴിക്കൂല ഈ പാല് കൂടി നിർത്താത്ത. അപ്പൂനങ്ങനെ അപ്പൂസിന് ഉരുളക്കിഴങ്ങ് വെച്ചതും മുട്ടയും കൂടെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അവൻ കരയുന്നുണ്ട്, പാല് കുടിക്കാൻ ഓർത്തിട്ടായിരിക്കും. അങ്ങനെ അടിപൊളി ചപ്പാത്തി ആക്കളെ, അതിൻ്റെ കൂടെ കടലക്കറി, നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല കോമ്പിനേഷൻ. ഇതുണ്ടോ, അടിപൊളി. ആർക്കൊക്കെയാണ് ഇങ്ങനെ ചപ്പാത്തിയും കടലക്കറിയും ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ചപ്പാത്തിയാണ് ഇതാ ചുട്ട് വെച്ചിട്ട്. ചപ്പാത്തി കടലക്കറി വേണമെന്നവർക്ക് കടലക്കറിയുണ്ട്, മീൻകറി വേണമെന്നവർക്ക് മീൻകറിയുണ്ട്. അപ്പൂസിന് ഫ്രഞ്ച് ഫ്രൈയും മുട്ടയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് അപ്പൂസ് കഴിക്കുന്നുണ്ട് ഒരിടത്തിരുന്ന്. കുഞ്ഞിന് പാല് കുടിക്കാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. ഇതാ പപ്പുവിന് പാല് കുടിക്കാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. ഇതാ പാല് കുടിക്കാത്ത എന്തോ ഒരു ഓർമ്മയുണ്ട്. നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. എന്താണെന്നറിയാമോ? നമ്മൾ ഈ രാത്രി ചോറ് വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം, അത് നല്ല കൊഴുത്ത വെള്ളമാവും. രാവിലെ എണീക്കുമ്പോഴൊക്കെ ആ കഞ്ഞിവെള്ളത്തിലേക്ക് അത്രയും കൂടി പച്ചവെള്ളം ചേർക്കുക. പച്ചവെള്ളം കൂടി ചേർത്ത് ഇളക്കി അതിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ച് കുപ്പിക്കകത്താക്കിയിട്ട് നമ്മുടെ കരിയാപ്പിനും പുഴു പിടിച്ച പച്ചക്കറിക്കും ഒക്കെ ഉപയോഗിക്കാം. നല്ലതാണ്.
എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മധുരം പായസം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്താ കുത്തിയ ഗോതമ്പാന്ന് മക്കളെ, കുത്തിയ ഗോതമ്പാന്ന്. ഇതാ അത് തലേന്നേ വെള്ളത്തിലിടണം. തലേന്നേ വെള്ളത്തിലിട്ട് കുക്കറിൽ 4 വിസിൽ, എന്നിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചേക്കുക. അത് കഴിയുമ്പോൾ വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പൂസിന് ശേഷം കുറുക്ക് കാച്ചി വെച്ചിട്ടുണ്ട് അമൃതപ്പൊടിയും കൊണ്ട്. മോനപ്പൊക്കെ ഉറങ്ങിപ്പോയിട്ടു. അവന് പാല് കുടിക്കാൻ വിചാരിച്ചിട്ടായിരിക്കും. അവൻ്റെ ഉമ്മച്ചി അവൻ്റെ വീട്ടിൽ പോയി, ഇന്ന് വരും വൈകുന്നേരം. കുഞ്ഞിനെന്തോ ഒരു വിഷമം. അങ്ങനെ തേങ്ങാപ്പാലെടുക്കണം. ഇനി 2 തേങ്ങയുടെ പാലെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചെറിയ വിശേഷമുണ്ട്. എന്താണെന്നറിയുക, എൻ്റെ 60 വയസ്സ്, എനിക്കൊരു 60 വയസ്സായല്ലോ, ഷഷ്ടിമൂർത്തി ആയല്ലോ. അതിൻ്റെ പായസം മധുരം വെച്ചിട്ട് എൻ്റെ കുടുംബശ്രീക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയാണ് ഞാൻ പായസം വെക്കുന്നത്. ചോറൊക്കെ ആയി. ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ? എൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളാണ്. അങ്ങനെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പാലെടുക്കണം. 2 തേങ്ങായി എടുത്തുള്ളൂ. നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗോതമ്പിൻ്റെ വെള്ളമൊക്കെ പറ്റി ചെറിയ തീ കിട്ടും. അടിയിലൊരു മൂടിയും വെച്ച് ചെറിയ തീ കിട്ടും. നേരെ ആ ഗോതമ്പിൻ്റെ വെള്ളം എല്ലാം അങ്ങ് വറ്റി. ഇനി നമുക്കതിലേക്ക് ശർക്കര ഒഴിക്കണം, 1-ാം പാലൊഴിക്കണം, 2-ാം പാലൊഴിക്കണം. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, ജീരകം, പിന്നെ മുന്തിരി എല്ലാം കൂടെ, അണ്ടിപ്പരിപ്പും മുന്തിരി ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും എല്ലാം കൂടെ തേങ്ങയും കൂടെ വറുത്ത് ചേർക്കണം. ഏലക്കാപ്പൊടിയും മുന്തിരിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കുകയാണ്. അങ്ങനെ നമ്മുടെ പായസത്തിന് വെല്ലം ഉരുക്കി അരിച്ച് വെച്ചു, തേങ്ങാപ്പാലെടുത്ത് വെച്ചു. അങ്ങനെ നമ്മുടെ പായസത്തിലേക്ക് വെല്ലം ഒഴിച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് ഇളക്കുന്ന മക്കളെ. ഒരു കൈ കൊണ്ട് ഫോണും പിടിക്കണം, ഒരു കൈ കൊണ്ട് എടുക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് അപ്പു ഉള്ളതുകൊണ്ട് അപ്പുവിനെ നോക്കുന്നല്ലേ, അവനയിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടക്കേടാക്കും. അത് കാരണം പിന്നെ 3 മണിക്കാണ് കുടുംബശ്രീ. അന്നേരത്തേക്ക് ആകുന്നുണ്ട്. അന്നേരത്തേക്ക് ഇപ്പോഴേ തുടങ്ങിയാലേ ആവും. ഇപ്പം തന്നെ 1:30 ആകും തോന്നും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. 3 മണിയാകുമ്പോഴത്തെ കുടുംബശ്രീ തുടങ്ങുകയുള്ളൂ. 3:30 ആകുമ്പോഴത്തെ പായസം കുടിക്കുകയുള്ളൂ. ചെറിയ മധുരം, ഒരു സന്തോഷം, അതല്ലേ നമുക്ക് വേണ്ടത്. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ അതിഗംഭീരം, നല്ല രുചിയാണ്. കുടിക്കാൻ വേണ്ടി മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്താൽ, ഒരു കൂടി പാലും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കൂടി പാലും കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം. നല്ല സ്വാദാണ് കുടിക്കാൻ വേണ്ടി. എല്ലാവരും പിശുക്ക് കാണിക്കാതെ ഈ രാവിലെ തൊട്ടേ കഷ്ടപ്പെട്ടതിന് എനിക്കൊരു ലൈക്ക് തരണേ, സബ്സ്ക്രൈബ്, സപ്പോർട്ടൊക്കെ ചെയ്ത് തരണേ എല്ലാവരും. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി മക്കളെ. അതിൽ കറണ്ട് പോയിട്ട്, അതുകൊണ്ട് അടുക്കളക്കകത്ത് വെട്ടം കുറവാണ്. അതുകൊണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ പൊടിച്ച് ചേർത്തു, ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്തു, പൊരിച്ചും ചേർത്ത് പൊടിച്ചും ചേർത്തു. ഇതാണ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വരൂ, എല്ലാവർക്കും കുടിക്കാം. അതെ, പർദ്ദ ഇടാനിട്ടാണ്. അങ്ങനെ നമ്മൾ പായസം കുടിച്ച് മധുരം പങ്കുവെച്ചു.
60 വയസ്സായി, ഷഷ്ടി പൂർത്തിയായി. എൻ്റെ കുടുംബശ്രീയും ഞാനും അങ്ങനെ പായസം കുടിച്ച് എനിക്ക് സർപ്രൈസായിട്ടൊരു സമ്മാനം കിട്ടി. സർപ്രൈസായിട്ട് സമ്മാനവും കിട്ടി. എൻ്റെ കുടുംബശ്രീ വളരെ ഹാപ്പിയാണ്, സന്തോഷമായി. അങ്ങനെ എല്ലാവരും കുടുംബശ്രീയും കഴിഞ്ഞ് ഇറങ്ങി യാത്രയായി. യാത്രയായി എല്ലാവരും. അങ്ങ് വരെ കിട്ടും. അതാ ഞാനിവിടെ ഉണ്ട്. ഇങ്ങോട്ടാണ് പുല്ല് അങ്ങോട്ട് പോകണ്ടേ? അത് ഞാൻ അങ്ങോട്ട് വന്നോളും കേട്ടോ, കളയണ്ടേ. പിള്ളേർ ആരും ഉണ്ടാവോ കൂടെ? ആരുമില്ല കൂടെ. അവന് നമ്മുടെ വീടിൻ്റെ മുറ്റം കയ്യാലെയെല്ലാം നമ്മൾ സൂപ്പറാക്കി, കാടെല്ലാം വയക്കി ഇട്ടുതാ. ഇതെല്ലാം ബൈക്കിലൊക്കെ ഞാനാ വരിക്കൊണ്ട് പോയത്. സൂപ്പറായിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് സപ്പോർട്ടൊക്കെ തരണ്ടേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.